ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിവ്യൂ റേഞ്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ദ മച്ച് അവൈറ്റഡ് ARM മൂവിയുടെ റിവ്യൂ ആയിട്ടാണ്. ഈ സിനിമ ഇറങ്ങിയത് തേഴ്സ്ഡേ ആണ് ആക്ച്വലി. ഇപ്പോൾ 2 ദിവസം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. എനിക്ക് സാറ്റർഡേ ആണ് ഈ സിനിമ കാണാൻ സമയം ഉണ്ടായിരുന്നത്. അപ്പം ബാംഗ്ലൂരിൽ PVRൽ വെച്ചിട്ടാണ് ഈ സിനിമ ഞാൻ കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, മലയാളത്തിലൊന്നും അധികം 3D സിനിമകൾ വരാറില്ല. എന്നാലും മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഇതിന് മുന്നേ ഉള്ള ഒരു 3D സിനിമയായിട്ട് ഞാൻ തിയേറ്ററിൽ നിന്ന് കണ്ടതാണത്. എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ മാജിക്കാണ്. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു മൈ ഡിയർ കുട്ടിച്ചാത്തൻ 90s റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ കാര്യങ്ങളും ഓർമ്മയൊന്നുമില്ല. അപ്പോൾ ഇതങ്ങനെ ഒരു 3D സിനിമയാണെന്നുള്ള ടാഗിലാണ് ഈ സിനിമ പോയിട്ട് കണ്ടത്. പിന്നെ ഇതിൻ്റെ ട്രെയിലറും ടീസറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു പ്രതീക്ഷ തോന്നിയിരുന്നു. കാരണം മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള കുറച്ച് വിഷ്വൽസും കുറച്ച് ക്യാരക്ടർ പോർട്രയൽസൊക്കെയാണ് ഈ ഒരു ട്രെയിലറിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഒബിയസ്ലി കുറച്ച് അധികമായിരുന്നു ഈ സിനിമയ്ക്ക്. കാരണം നല്ല ഒരു വർക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ സിനിമയുടെ തമ്പനയിൽ ഞാൻ എഴുതിയതുപോലെ പിടിച്ച് കയറിനെ എനിക്ക് ഈ സിനിമയെ കൊണ്ട് പറയാൻ പറ്റും. അതായത് സിനിമ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയായിരുന്നെങ്കിൽ അത് അവസാനിക്കുമ്പോൾ അത് മുകളിലോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സംഭവം ഒരു സിനിമയ്ക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ഹിറ്റാവുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. അതായത് സിനിമ തുടങ്ങുന്നത് ഒരു ഏറ്റവും പഴയ ഒരു കാലഘട്ടം കാണിച്ചുകൊണ്ടാണ്. കാരണം ഇതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ടൊവിനോ 3 ക്യാരക്ടേഴ്സാണ് അഭിനയിച്ചിരിക്കുന്നത്. ടൊവിനോയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ മലയാളത്തിൽ ഏറ്റവും ഭയങ്കര കഴിവുള്ള ആക്ടർ അങ്ങനെയൊന്നും ടൊവിനോനെ കൊണ്ട് പറയാൻ എനിക്ക് തോന്നുന്നില്ല. അതിനുള്ള ടാഗൊക്കെ ടൊവിനോ ഉണ്ട്. പക്ഷേ ഒരു കാര്യം പറയാൻ പറ്റും, ടൊവിനോ ഈസ് റിയലി ഹാർഡ് വർക്കിംഗ്. ഒരു ക്യാരക്ടറിന് വേണ്ടി അത്രത്തോളം പുള്ളിയുടെ ഏറ്റവും പൊട്ടൻഷ്യൽ ഇട്ട് ഒരു ആക്ടർ പെർഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ റീച്ച് ഹൈറ്റ്സ്. ടൊവിനോയുടെ ഏറ്റവും അതിശയിപ്പിക്കുന്ന ഒരു പെർഫോമൻസ് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാൻ തിയേറ്ററിൽ കണ്ടത് തുടക്കകാലത്ത് പറയുകയാണെങ്കിൽ ഗോദയാണ്. അതിൽ കാണിച്ച സിനിമയും കാര്യങ്ങളും രംഗങ്ങളും എന്നൊക്കെ. അപ്പോൾ എല്ലാ സിനിമയിലും ടൊവിനോ ഒരു 100% ഇടും എന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. ആ ഒരു തരത്തിൽ തന്നെയാണ് ഈ സിനിമയിലുള്ള ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഈ സിനിമ ആദ്യം തന്നെ തുടങ്ങിയ സംഭവത്തിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് കുറേ ഫൈറ്റ്സും കാര്യങ്ങളും ഇവൻസും അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ മനസ്സിലോട്ടേക്ക് എന്തെങ്കിലും ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു കണക്റ്റ് തോന്നണമെങ്കിൽ, എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്റ്റ് തോന്നണമെങ്കിൽ, എന്തെങ്കിലും ഒരു ബിൽഡപ്പ് ആ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അവരെന്ത് ഇമോഷനിലാണ് ഇപ്പോൾ ഉള്ളത്, അങ്ങനത്തെയൊക്കെ ഒരു കാര്യം കാണിച്ചിട്ട് ഇങ്ങനത്തെയൊക്കെയുള്ളൊരു വലിയ ബ്രഹ്മാണ്ഡ സംഭവങ്ങളൊക്കെ വരുമ്പോഴാണ് അത് ആൾക്കാർക്ക് അവരത് ചെയ്യുന്നത് കാണുമ്പോഴും അവരതിൽ വിജയിക്കുന്നത് കാണുമ്പോഴൊക്കെ നമുക്ക് പേഴ്സണലി തോന്നുന്നൊരു ഒരു ഹൈ ഉണ്ടാവില്ലേ, ആ ഒരു സംഭവം കിട്ടണമെങ്കിൽ അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ക്യാരക്ടറിനോട് എനിക്ക് ഒട്ടും കണക്ട് ആവാൻ പറ്റിയിട്ടില്ല ആ ഏറ്റവും പഴയ കാലഘട്ടത്തിലുള്ള. അതിനുശേഷം വന്നിരിക്കുന്ന നമ്മുടെ മണിയനും അജയനും, ഈ 2 ക്യാരക്ടേഴ്സ് സിനിമ കൊണ്ടുപോയി എന്ന് പറയേണ്ടി വരും. ഈ 2 ആൾക്കാരും കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഹാഫിൽ ഇങ്ങനെ മെല്ലനെ തുടങ്ങിയത് മണിയൻ അങ്ങ് കയറ്റി, പിന്നെ അജയൻ അങ്ങ് കൊണ്ടുപോയി എന്നുള്ള രീതിയിൽ തന്നെ പറയേണ്ടി വരും. ഈ 2 ക്യാരക്ടേഴ്സും സൂപ്പർബ്ലി സ്റ്റണ്ണിങ് ആയിട്ട് ടൊവിനോ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് പെർഫോം ചെയ്തിരിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ട് എനിക്ക് തോന്നി. 3 ആക്ട്രസ്മാരുണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് വെറൈറ്റി ആയിട്ട് പല കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് സുരഭി ലക്ഷ്മി. സുരഭി നന്നായിട്ട് തന്നെ ഈ സംഭവം പെർഫോം ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ, മണിയൻ്റെ ഭാര്യയായിട്ടാണ് അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ പുള്ളിക്കാരിയുടെ ഒരു കാലിബറൊക്കെ നമുക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല, നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതൊക്കെയാണ് എനിക്ക് സിനിമ കണ്ടപ്പം തോന്നിയത്. എന്തായാലും ആദ്യം തുടങ്ങിയ ഒരു 10-25-30 മിനിറ്റ് എനിക്ക് ഭയങ്കര ഒരു ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. ഇത് വേണ്ടത്ര എനിക്ക് അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റും അങ്ങനത്തെ തോന്നുന്നില്ല എന്ന്. പക്ഷെ പിന്നീട് പോകും തോറും അതിൻ്റെ കഥ ബിൽഡപ്പ് ആവുകയും ആ ഒരു അജയൻ എന്നുള്ളൊരു ക്യാരക്ടറിനോട് ഒരു കണക്റ്റ് തോന്നുകയും മണിയൻ്റെ കാര്യങ്ങളും അതിനോടൊരു കണക്റ്റ് തോന്നുകയും അങ്ങനെയൊക്കെ വന്നപ്പോൾ ഈ ഒരു കഥ നല്ലൊരു കഥയുടെ ഒരു രസത്തോടു കൂടി തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു ഓണത്തിൻ്റെയൊക്കെ ഈ ഒരു സീസണിൽ ഒരു ഫാമിലി വാച്ചായിട്ട് കാണാൻ പറ്റുന്ന ഒരു ബ്രഹ്മാണ്ഡ മോഡലുള്ള മലയാളത്തിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി അനുഭവപ്പെട്ടത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3Dയുടെ ഒരു യൂട്ടിലൈസേഷൻ എനിക്ക് തോന്നുന്നത് 2D 3D ആക്കിയതാണെന്നാണ്. തെറ്റാണെങ്കിൽ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തും നമുക്ക് അറിയുകയാണെങ്കിൽ. അപ്പോൾ 3Dയുടെ ഒരു സംഭവത്തിൽ ഞാൻ ഭയങ്കര ഡിസാറ്റിസ്ഫൈഡ് ആണ്. കാരണം എന്താണ് ഇതിൽ 3D ആയിട്ട് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ എക്സൈറ്റ് ചെയ്യിക്കുന്ന തരത്തിലുള്ളത്
കാരണം കുറേ സ്പാർക്ക് വരുന്നതുണ്ട് ഫയറിൻ്റെ സംഭവത്തിൽ. പിന്നെ കുറേ മിന്നാമിനിങ്ങിൻ്റെ പോലുള്ള സംഭവമുണ്ട്. കുറേ കല്ലെല്ലാം വാരി എറിയുന്നത്. അത് ഒരു കൈൻഡ് ഓഫ് ഡിസ്റ്റർബൻസ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. 3Dയുടെ തരത്തിൽ ഭയങ്കരമായിട്ട് എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു പോയിന്റ് അതിലുണ്ട് എന്ന് എനിക്കറിയുന്നില്ല. അത് മാറ്റി വെച്ചാലും ഇറ്റ്സ് എ ഗുഡ് മൂവി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇതിനു മുമ്പ് കണ്ട 3D കാരണം അവതാർ 2 ആണ്. അത് ഞാൻ ഇന്ത്യയിൽ നല്ല കണ്ടത്, പുറത്തുനിന്നാണ് കണ്ടത്. അപ്പോൾ അത് അത്രയും ഐമാക്സ് എന്നായിരുന്നു കണ്ടത് അത് ആ സമയത്ത്. അത് അത്രയും ക്വാളിറ്റിയിൽ കണ്ടതുകൊണ്ട് ഇവിടുന്ന് പെട്ടെന്ന് ഇങ്ങനെ ഒരു 3D കണ്ടപ്പോൾ അതിൻ്റെ ഒരു ഇത് തോന്നിയില്ല. ഇതൊക്കെയാണ് പേഴ്സണലി എനിക്ക് ഈ സിനിമയെ കൊണ്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം. ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി യൂത്തുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും ഇത് കുറച്ചും കൂടി കാണാനും കാര്യങ്ങളൊക്കെ രസമായിട്ട് തോന്നുക. ഈ ക്യാരക്ടേഴ്സൊക്കെ എന്തായാലും ടോവിനോ മണി എന്നുള്ള ക്യാരക്ടർ എന്തായാലും കിടിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നമ്മൾ ഹാറ്റ്സ് ഓഫ് കൊടുത്തേ പറ്റും. അപ്പോൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തൂ. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾക്ക് യോജിക്കാൻ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ഇതിലാണ് തോന്നുന്നതെന്ന് വെച്ചാൽ കമൻറ്റ് ഓൺ ബിലോ. വിൽ ഹാവ് എ ഹെൽത്തി ഡിസ്കഷൻ ഓവർ ദർ. Until then, it's Review Ranger. Take care and bye-bye.